അനുദിന വിശുദ്ധർ ഒക്ടോബർ 24 വിശുദ്ധ അന്തോണി ക്ലാരറ്റ്. നെപ്പോളിയൻ സ്പെയിൻ ആക്രമിക്കുന്ന കാലത്ത് സ്പെയിനിലെ കാറ്റലോണിയയിലെ വിച്ച് രൂപതയിലെ സാലറ്റ് എന്ന സ്ഥലത്താണ് വിശുദ്ധ അന്തോണി ക്ലാരറ്റ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു നെയ്ത്തുകാരനായതിനാൽ കായികമായ ജോലികൾ ചെയ്യുവാനുള്ള പരിശീലനം ലഭിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം 1829 വിച്ചിലെ ആശ്രമത്തിൽ ചേരുകയാണുണ്ടായത്. 1835 അദ്ദേഹം പൗരോഹിത്യ പട്ടം സ്വീകരിച്ചു. തന്റെ സ്വന്തം ഇടവകയിൽ തന്നെ അദ്ദേഹം വികാരിയായി നിയമിതനായി. പിന്നീട് വിശ്വാസ പ്രചാരണ ദൗത്യവുമായി അദ്ദേഹം റോമിലേക്ക് പോയി. ജസ്യൂട്ടുകാരുടെ ആശ്രമത്തിലും അദ്ദേഹം ചേർന്നെങ്കിലും ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് അത് ഉപേക്ഷിച്ചു. പിന്നീട് സ്പെയിനിലേക്ക് തിരികെ വന്ന വിശുദ്ധൻ അവിടുത്തെ ഒരു ഇടവകയിൽ വികാരിയായി. അദ്ദേഹത്തിന്റെ അപ്പസ്തോലിക പ്രവർത്തനങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിൽ വചനപ്രഘോഷണവും മതപ്രവർത്തകരുടെ യോഗങ്ങൾ വിളിച്ചുകൂട്ടുകയും കൂടാതെ ഗ്രന്ഥരചനയും ഉൾപ്പെടുന്നു. ഏതാണ്ട് 150 ഗ്രന്ഥങ്ങളോളം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വിശുദ്ധന്റെ പ്രവർത്തനങ്ങളുടെ വിജയത്തിൽ അസ്വസ്ഥരായ ചില പുരോഹിതന്മാർ അദ്ദേഹത്തിനെതിരായി തിരിഞ്ഞതിന്റെ ഫലമായി അദ്ദേഹം കാറ്റലോണിയ വിട്ട് 1848 കാനറി ഐലൻഡിലേക്ക് പോയി. ഒരു വർഷത്തിന് ശേഷം തിരിച്ച് കാറ്റലോണിയയിലെത്തിയ അദ്ദേഹം തന്റെ പ്രേക്ഷിത പ്രവർത്തനം തുടർന്നു. 1849 അന്തോണി ക്ലാരറ്റ് 6 പുരോഹിതന്മാരെ കൂട്ടി ക്ലാരൻഷ്യൻസ് എന്ന് പരക്കെ അറിയപ്പെടുന്ന മിഷണറി സൺസ് ഓഫ് ദി ഇമാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി എന്ന സഭയ്ക്ക് അടിസ്ഥാനമിട്ടു. 1850 സ്പെയിനിലെ രാജ്ഞിയായ ഇസബെല്ല സെക്കൻഡിന്റെ നിർദ്ദേശപ്രകാരം വിശുദ്ധനെ ക്യൂബയിലെ സാന്റിയാഗോ രൂപതയുടെ മെത്രാനാക്കി വാഴിച്ചു. അടുത്ത 7 വർഷത്തോളം വിശുദ്ധൻ അപ്പസ്തോലിക സന്ദർശനങ്ങളും നീഗ്രോകളെ അടിമകളാക്കുന്നതിനെതിരെയുള്ള പ്രചാരണങ്ങളുമായി മുന്നോട്ടു പോയി. ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായി വിശുദ്ധന് നിരന്തരമായ വധഭീഷണി നേരിടേണ്ടി വന്നു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ജീവനെടുക്കുവാനുള്ള ശ്രമം വരെ ഉണ്ടായി. 1857 രാജ്ഞിയെ കുമ്പസാരിപ്പിക്കുന്ന പുരോഹിതനായി അദ്ദേഹത്തെ സ്പെയിനിലേക്ക് തിരികെ വിളിച്ചു. ഇതുമൂലം മെത്രാന്മാരെ നാമനിർദ്ദേശം ചെയ്യുന്നതിൽ കുറെയൊക്കെ സ്വാധീനം ചെലുത്തി എസ്കോരിയയിൽ സഭാസംബന്ധമായ പഠനങ്ങൾക്കുള്ളൊരു കേന്ദ്രം തുടങ്ങുവാനും സ്പെയിനിലെ സഭാ ആശ്രമങ്ങൾക്കുള്ള അംഗീകാരം നേടിയെടുക്കുന്നതിനും അദ്ദേഹത്തിന് കഴിഞ്ഞു. 1869 ഒന്നാം വത്തിക്കാൻ കൗൺസിലിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനായി അദ്ദേഹം റോമിലായിരുന്നു. ഇസബെല്ല സെക്കൻഡ് നാടുകടത്തപ്പെട്ടപ്പോൾ അന്തോണിയും രാജ്ഞിയെ പിന്തുടർന്നു. സ്പാനിഷ് സ്ഥാനപതിയുടെ നിർബന്ധത്താൽ അദ്ദേഹം ഫ്രോൺഫ്രോയിലുള്ള സിസ്റ്റേർഷ്യൻസ് ആശ്രമത്തിൽ വീട്ടുതടങ്കലിലാവുകയും അവിടെ വെച്ച് തന്റെ 63-ാമത്തെ വയസ്സിൽ നിര്യാതനാവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ പിന്നീട് വിച്ചിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഇന്നേ ദിവസം വിശുദ്ധ അന്തോണിയോ ക്ലാരറ്റിന്റെ മാധ്യസ്ഥത്തിലൂടെ നമ്മുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടുവാനായി കർത്താവ് ഈശോ മിശിഹായോട് നമുക്ക് പ്രാർത്ഥിക്കാം.